ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനുള്ളത് കട്ടപ്പനയിൽ, ഇടുക്കിയിൽ കട്ടപ്പനയിലാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി, വൈകുന്നേരം എത്തി. 2 ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. എറണാകുളം വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ കയറി. അങ്ങനെ പ്രാധാന്യം ഉള്ളതല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നിവിടെ കട്ടപ്പനയിൽ ഒരു 4 മാസം മുമ്പ്, ഓഗസ്റ്റാണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് മാസം ഞങ്ങൾ ഒരു ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു സന്ധ്യച്ചിയുടെ വീട്ടിൽ, സജിയാടിൻ്റെ. അപ്പോൾ ഇവിടെയാണ് വീണ്ടും ഞങ്ങൾ കുമളി പോകുന്ന വഴിയാണ്. ഇന്നലെ ഇവിടെ കയറി, ഇന്നലെ കപ്പയും ബീഫൊക്കെ ആക്കിയിട്ട് നമ്മൾ പ്രകോപിപ്പിച്ച് ഇവിടെ തന്നെ ഒന്ന് താമസിച്ചു. രാവിലെയും സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കുട്ടിയുണ്ട്, കുട്ടിയൊന്നല്ല വലിയ ആളാണ്, ആദി ചെറിയ പഠിക്കുന്നതാണ്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഈ കോളേജിൽ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കൂൺ കൃഷി, സീനാസ് മഷ്റൂംസ്, സീനാസ് അല്ലല്ലേ, സെനസ് ആണ് കേട്ടോ. ഞാൻ ആദ്യം സേനാസ് കുറച്ച് കഷ്ടപ്പെട്ട് പേര് പഠിക്കണം. സേനാസ് മഷ്റൂം. അപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്ത ഫാമാണിത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഫാമും ഇതൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങളും ഇതുവരെയുള്ളൊരു ഫീഡ്ബാക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. വാ മെയിൻ ടൗണിലാണ്. താഴെ കാണുന്നത് കട്ടപ്പന ടൗണാണ് മെയിൻ. ഇവിടെ ടൗൺഷിപ്പ് തന്നെയാണ് വീട്. 2ാമത്തെ നിലയിലാണ്, അല്ല ഫസ്റ്റ് ഫ്ലോറിലാണ്. ഭയങ്കര തണുപ്പാണ് കട്ടപ്പന. നമുക്ക് ഫാമിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ഇതാണ് ആദിത്യ. ഇപ്പം എങ്ങനെയുണ്ട് കൂൺ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആദ്യം എന്നോട് പറയുമ്പോൾ വീട്ടിലെ ആ സ്ട്രക്ചറും ആ ഫാമിനുള്ളിൽ ബെഡ് ക്രമീകരിച്ചൊക്കെ കാണുമ്പോൾ അതേപോലെ ഒന്ന് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ ഫോട്ടോ സ്റ്റാറ്റല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്? എങ്ങനെയുണ്ട് കൂൺ കൃഷി വിൽപ്പനയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ആരാ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? അച്ഛനാ നോക്കുന്നത്. അതിന് മുന്നെയോ? കണക്കൊക്കെ ആരാ എഴുതിക്കൊണ്ടിരുന്നത്? അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു കണക്കൊക്കെ കുറച്ചാളായിട്ട് എഴുതല് നിന്നിട്ടുള്ളത് എന്ന്. ഏകദേശം എത്ര കിലോ കൂണ് നമ്മൾ ഈ ഒരു ഫാമിൻ്റെ അകത്ത് നിന്ന് പറിച്ചിട്ടുണ്ടാവും? 1000 കിലോയില് മേലെ കൂണിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറിച്ചിട്ടുണ്ടാവും. ഇത് ശരിക്ക് 2ാമത്തെ നിലയായതുകൊണ്ട് കുറച്ച് നീളം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫാമിൻ്റെ അത്ര വന്നിട്ടില്ല. ഒരു 1500 ബെഡിൽ മേലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പം പുതുതായിട്ട് ബെഡ് നിർമ്മിക്കുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ 1 മാസമായി തോന്നുന്നു അല്ലേ? 1 മാസമായിട്ട് ഇപ്പോൾ പുതിയ ഫാം ചെയ്യുന്നില്ല. അതിന് മുന്നേ ഇത് ഫില്ലായിട്ടുണ്ട്. മാക്സിമം ഒരു ദിവസം എത്ര കിലോ വരെ കൂണ് വന്നിട്ടുണ്ടാവും? 25 kg വരെ ഒരു ദിവസം. 25 kg, ഒരു 10,000 രൂപയുടെ കൂണ് വരെ വിറ്റിട്ടുണ്ട് അല്ലേ? വിൽപ്പന റിട്ടേൺ എങ്ങനെയുണ്ട്? കടയിൽ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ദിവസം വരുന്ന റിട്ടേൺ, വിറ്റ് പോവാണ്ട് തിരിച്ചു വരുന്ന ഏകദേശം എത്ര പാക്കറ്റ് റിട്ടേൺ ഉണ്ടാവും? 5 പാക്കറ്റ് 500 ഗ്രാം, 100 ഗ്രാമിന്റെ പാക്കറ്റ്. ഇവിടെ കൂടുതൽ 200 ഗ്രാമിന്റെ പാക്കറ്റാണ് നമ്മൾ ഡെയിലി സെയിൽ ചെയ്യുന്നത്. അതിൽ സ്ഥിരമായിട്ട് 5 പാക്കറ്റ് വരാറുണ്ടോ? സ്ഥിരമായിട്ടില്ല, വല്ലപ്പോഴും. മാക്സിമം 5 അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ബെഡ് ഡാമേജ് എങ്ങനെയുണ്ട്? ഇപ്പം ഇത്രയും 1500 ബെഡിൻ്റെ അകത്ത് എത്ര ശതമാനം അല്ലെ എത്ര ബെഡ് നമുക്ക് കേടായി പോയിട്ടുണ്ടാവും? എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നു? ഇപ്പം നമ്മൾ ഈ കാണുന്ന മുഴുവൻ വൈറ്റ് കളറിൽ ഒരെണ്ണം പോലും ഡാമേജ് കാണുന്നില്ല. ഒരെണ്ണം പോലും ഡാമേജ് ഇല്ല. അപ്പോൾ ഡാമേജ് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ. എത്ര ബെഡ് പോയിട്ടുണ്ടാവും? 1-2 ബെഡ് ഓരോ മാസം. അങ്ങനെ മാക്സിമം ഒരു 50 ബെഡ്. അത്രയൊന്നും ഉണ്ടാവില്ല. ഡാമേജ് കുറവാണ്. ഏകദേശം ഞാനിപ്പം നമ്മൾ കാണുമ്പോൾ ഞാനും ഞെട്ടി. കാരണം ഒരെണ്ണത്തിന്റെ കളർ പോലും ചേഞ്ചസ് ഇല്ല. ഈ ഹോൾസ് ഇട്ട് കൊടുത്ത് കൂണ് പറിച്ചതിന്റെ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ച്, യെല്ലോയിഷ് അടിച്ചല്ലാണ്ട് വെള്ളം നനക്കുന്നേ ഇല്ലല്ലോ. ഇല്ല.
വെള്ളം എനിക്കേ വേണ്ട. ഇവിടെ പിന്നെ ഓൾറെഡി നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോഴേക്ക് നമ്മൾ ക്ലീനിങ് എങ്ങനെയാ? ഡെയിലി ക്ലീനിങ് ആണ്. ഡെയിലി തൂക്കും, എന്നിട്ട് തുടക്കും. ഡെറ്റോൾ പുൽത്തൈലം കൊണ്ട് തുടക്കും. ഈ ഫാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നിലത്ത് ഒന്ന് വീണ് പോയാലും ഒന്നും ഒരു വൃത്തികേട് ആവില്ല. ഡെയിലി തുടക്കുന്ന നമ്മൾ കിച്ചണിൻ്റെ പൂജാമുറി പോലെ, അതുപോലുള്ള ഒരു ദേവാലയം പോലെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു റൂമാണ് ഈ ഫാം. അതായത് അത് അത്രയും വൃത്തിയായിരിക്കും, മാറ്റിട്ട് നല്ല ക്ലീനായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓവറോൾ എങ്ങനെയുണ്ട്? ഒരു കോളേജിൽ ആരെങ്കിലും അറിഞ്ഞോ? കോളേജിൽ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഫോട്ടോസും വീഡിയോസും ഒന്നും ആരും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ? ഫ്രണ്ട്സിനെ കാണിച്ചിട്ടുണ്ട്. അവർക്ക് അറിയത്തില്ല, ബെഡ് എന്നൊക്കെ പറയുമ്പോൾ അറിയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇതിൽ ഫ്ലോർലെറ്റ്സ് ഉണ്ടാകുന്നൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തു. നാട്ടിലെങ്ങനെ ഇത് ശരിക്ക് വിൽപ്പന നടത്തുന്നത്? എത്ര കിലോമീറ്റർ ചുറ്റളവിൽ വിൽക്കുന്നുണ്ടാവും? 2.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാം കട. ഇതിപ്പോ കട്ടപ്പന ടൗൺ തന്നെയാണോ കേട്ടോ? 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കട്ടപ്പന ടൗൺ തന്നെ ആയില്ലേ? അതെ. വേറെ എവിടെയും പുറത്തു പോകുന്നില്ല, ടൗണിൽ തന്നെ. ആവറേജ് നമുക്ക് ഒരു എത്ര കിലോ കൂണു? അതായത് ഒരു 10 കിലോ 15 കിലോ 20 കിലോ, 10-നും 20-നും ഉള്ള റേഞ്ചിൽ തന്നെ ആയിരിക്കും അല്ലേ? കൂടുതൽ കിട്ടി 25 മാത്രം. ഒരു 10-നും 20-നും ഉള്ളിലായിട്ട് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ശരിക്കും ബെഡ് റീപ്ലേസ് ചെയ്യാനായി അല്ലേ? അങ്ങോട്ടുള്ളതിന്റെ ഒക്കെ വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല, ബെഡുകളൊന്നും ഉണ്ടാക്കുന്നില്ല, പെല്ലറ്റ് വിത്ത് ഒന്നും വാങ്ങുന്നില്ല, കൂണ് മാത്രം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ റീപ്ലേസ് ചെയ്യാനായി. പിന്നെ എങ്ങനെയാ നാട്ടിൽ വരാറുണ്ടാ? നാട്ടില് എല്ലാ ആഴ്ചയും വരുവാ? ഇല്ലില്ല, മാസത്തിലൊരിക്കൽ വരും. പഠിത്തൊക്കെ എങ്ങനെ? ഈ കൂണ് അതിന് മുന്നേ വന്നൊരു താല്പര്യമാണ്. അച്ഛനും അമ്മയും സപ്പോർട്ട് അടിച്ചു. ഇപ്പൊ അച്ഛനും അമ്മക്കൊരു ജോലിയാക്കി കൊടുത്തിട്ടാണ് പഠിക്കാൻ പോയിരിക്കുന്നത്. അവരെങ്ങനെ നോക്കുന്നുണ്ടോ? അന്വേഷിക്കുവോ? അല്ല, വിളിച്ചിട്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടോ? കണക്കൊക്കെ കൃത്യമായിട്ട് എനിക്ക് വന്നപ്പോ തന്നെ കുഞ്ഞാറ്റ, അനിയത്തിയുടെ പേര് കുഞ്ഞാറ്റ എന്നാണ്. കണക്കൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ കൂട്ടി എത്രയാണ് ടോട്ടൽ, എത്ര കിലോ, എത്ര ഇതെന്ന് എഴുതിയില്ല. ഞങ്ങള് ഫാമിൽ ചെയ്തു കൊടുക്കുന്ന എല്ലാവരോടും കണക്കുകളും പൈസയും കൃത്യമായിട്ട് എഴുതി വെക്കാനും ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു വരുമാനത്തിനെ പറ്റിയിട്ടൊരു ഏകദേശ ധാരണ ഉണ്ടാവണമെന്നും ചെലവാക്കുന്നതിനെ പറ്റി ധാരണ ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കൃത്യമായിട്ട് ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ മാത്രമല്ല, ഒരുവിധം എല്ലാ സ്ഥലത്തും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിടയ്ക്ക് വിളിച്ച് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കും അറിയാം, എന്നാലും ഇവരോട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കുന്നു മാത്രം. പ്രാണി വന്നിട്ടുണ്ടായിരുന്നോ? ചെറുത് കുറച്ചൊക്കെ ബോർഡല്ലാണ്ട് അതിൻ്റെ അകത്ത് പ്രാണിനെ അധികം കാണുന്നില്ല. ഒറ്റ പ്രാവശ്യം വെച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. അത് ചില സീസണിൽ പെട്ടെന്ന് പ്രദേശങ്ങളിൽ മൊത്തം ഉണ്ടാകുമ്പോൾ അത് ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറെന്താ വിശേഷം? എന്തായാലും പറയണ്ട. ഓക്കെ, അപ്പം നമ്മളെന്നാ ഇറങ്ങാൻ ചെറിയൊരു 2ാമത്തെ നിലയിൽ ഒരു ഫുൾ വരുമാനം വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം വൃത്തിയിൽ നോക്കും. നമ്മൾ ഫാം സെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഒരു വരുമാനവും കിട്ടില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും വൃത്തിയിൽ, കണ്ടാമിനേഷൻ ഇല്ലാതെ വൃത്തിയിൽ ഈ ഒരു സജ്ജീകരിച്ച് അതിനെ പരിപാലിക്കുന്നതിലൂടെ മാത്രമേ നമുക്കൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊരു മനസ്സും അതിനൊരു പ്രത്യേക എഫേർട്ടും എടുത്താൽ മാത്രമേ ഈ രീതിയിൽ ഈ കാണുന്നില്ല എന്ത് ഭംഗിയാണ്. ശരിക്കും എൻ്റെ ഫാമിൽ പോലും ഞാൻ ചിലപ്പോൾ ബെഡുകൾ മോശമായാലും റീപ്ലേസ് ചെയ്യാനൊക്കെ ഞാൻ കയറുന്നതും കുറവാണ്, കാണുന്നതും ശ്രദ്ധിക്കുന്നത് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ നല്ല രീതിയിൽ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അതും ഇത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇത് 2 സെക്ഷനായിട്ടുള്ളത്. ഇത്രയൊരു റൂമിൽ ഇവിടെയാണ് വെള്ളം തിളപ്പിക്കുന്നത്. ഇത് ബ്ലോവർ വെച്ചിട്ട് ചെറിയ പീസായിട്ട് ഇതേപോലത്തെ മരക്കഷ്ണങ്ങളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി 2ാമത്തെ നിലയിൽ തന്നെ എന്ത് നീറ്റായിട്ട് ചെറിയൊരു എക്സോസ്റ്റ് ഫാന് കൊടുത്തിട്ടുണ്ട്, പുകയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുകളിൽ. പിന്നെ അതിൻ്റെ ഇപ്പുറത്താണ് പാക്കിംഗ് റൂം. ബെഡ് നരിക്കാനും ഇത് മതി, ഇത്രയും വലിയൊരു ഏരിയയിൽ കൂടി പറ്റും. രാവിലെ കൂണ് ക്ലീൻ ചെയ്യാനും പാക്ക് ചെയ്യാനും കവറ് ഇവിടെ തന്നെ പാക്ക് ചെയ്യും. കടയിലേക്ക് ലിസ്റ്റ്
ഇതെല്ലാ ദിവസം കടയിൽ കൊണ്ടുവന്ന ലിസ്റ്റാ അല്ലേ? 8 കട, 1 2 3 4 5 6 7 8 8 കടകളിൽ ആ കൊടുക്കുന്നില്ല. 8 കട കൊണ്ട് മൊത്തം സപ്ലൈ തരും. 2 സൂപ്പർ മാർക്കറ്റ്, 2 സൂപ്പർ മാർക്കറ്റ്, ബാക്കി പച്ചക്കറി കട, ബാക്കി അല്ലാതെ ബേക്കറി അല്ലാതെ കട. ബേക്കറി ഉണ്ടോ? ബേക്കറി ഉണ്ട്. ബേക്കറികളിലും പോകുന്നുണ്ടല്ലേ? അത്യാവശ്യം നമുക്ക് ഒരു പാക്കിങ്ങും ബെഡ് ഉണ്ടാക്കാനും കൂടിയിട്ടുള്ള റൂം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊരു 2.5 മീറ്റർ അല്ല 3 മീറ്റർ നീളം ഉണ്ടാവും. 3 മീറ്റർ ഉണ്ടാവും, അത്രയും ഉണ്ടാവും അല്ലേ? അങ്ങോട്ടേക്ക് ഒരു 4 മീറ്റർ ഉണ്ട്. അടിപൊളി നീറ്റ്. ഇതും കണ്ടോ, ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ? മറ്റു കൃഷികളൊന്നും ചെയ്യുന്ന പോലെ നല്ല നീറ്റായിട്ടുള്ള ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പണിയും ചെയ്യുന്നത്. ഇത്രയും സെറ്റപ്പ് മതി ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക്. ഒരു മാസം എത്ര ലക്ഷം രൂപ വരെ, അല്ല എത്ര പൈസ വരെ വന്നിട്ടുണ്ടാവും? 1.25, 1,25,000 രൂപയുടെ കൂണ് വരെ സുഖമായിട്ട് പറിച്ചിട്ടുണ്ട്. ലേബേഴ്സ് 0 ഇല്ല. ഇവിടെ ലേബേഴ്സ് ഇല്ല. ഫാമിലി ബിസിനസ്സാണ്. അച്ഛൻ, അമ്മ, മോള്, കുഞ്ഞാറ്റ, അനിയത്തി, 2 മക്കളും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് മൊത്തം ചെയ്യുന്നത്. ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. എത്ര വരും? ആവറേജ് 120 to 200. ഒരു 120-200 രൂപക്ക് ഈ കൂണ് വിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ടല്ല പോകുന്നത്, ഓട്ടോ പിടിച്ചിട്ട് പോകുന്നത് കൊണ്ട് ആ ഒരു എക്സ്പെൻസും ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ഏകദേശം ഒരു കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ല വൃത്തിയില്ല. നമുക്കും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അവിടെ വീണ്ടും നമ്മൾ പോകുമ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി യാത്ര തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ആർക്കെന്തെങ്കിലും പറയണ്ട? ശരി എന്നാൽ.